എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബാബു എന്നാണ്. ഞാൻ ഇൻഷുറൻസ് അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. പോർട്ടൽ ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ലൈഫ് ഹെൽത്ത് വെഹിക്കിൾ ഇൻഷുറൻസ് ചെയ്യുന്നു. അതോടൊപ്പം ഇൻഷുറൻസ് മേഖലയിൽ കഴിഞ്ഞ 2021 ഞാൻ സെഞ്ചുറിയനും 2022 ഹാഫ് സെഞ്ചുറിയനും 2023 ഹാഫ് സെഞ്ചുറിയനുമായിട്ട് ഈ പദവി അലങ്കരിക്കുകയാണ്. അതോടൊപ്പം കൊച്ചി പ്രീമിയർ ലീഗറിൻ്റെ സൂപ്പർ സ്റ്റാർ പദവിയും അലങ്കരിക്കുന്നുണ്ട്. അവാർഡ് ഡിവാർഡ്സൊക്കെ നമുക്ക് കരസ്ഥമാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ വന്നിരിക്കുന്നതിൻ്റെ കാരണം ചൈൽഡ് എഡ്യൂക്കേഷൻ പ്ലാൻ. അതിനെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മുഖവരിയില്ലാതെ വലിച്ചു കിട്ടാതെ കാര്യങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ചൈൽഡ് എഡ്യൂക്കേഷൻ പ്ലാൻ? അതായത് കുട്ടികളുള്ള ഏത് ആൾക്കാർക്കും എടുത്തു വയ്ക്കേണ്ട ദുരിതത്തിലേക്ക് പോകാതെ ഒരു ബാധ്യതയിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ടതും ആവശ്യമെന്ന് തോന്നിയാൽ എടുക്കേണ്ടത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾ നമ്മളിതൊക്കെ എടുത്തു വച്ചാലും ഇല്ലെങ്കിലും പഠിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ടതും എടുത്തിരിക്കേണ്ടതും. അങ്ങനെ എടുത്താൽ അവരൊരു വലിയ ബാധ്യതയിൽ നിന്ന് ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു ജോബിലേക്ക് എത്തുന്ന വരെയുള്ള കാലഘട്ടത്തിലുണ്ടാവുന്ന ഭാരിച്ച ഒരു ഫിനാൻഷ്യൽ ഇവൻറ്റ്സ്, അതായത് നമ്മൾ പൈസ സ്വരൂപിച്ച് വെച്ചാലും ഇല്ലെങ്കിലും കുട്ടികൾ പഠിക്കേണ്ടതാണ്, പഠിപ്പിക്കേണ്ടതാണ്, പഠിക്കാൻ പൈസ കണ്ടെത്തേണ്ടതും എഡ്യൂക്കേഷണൽ ലോൺ എടുക്കേണ്ടതായിട്ടും വരുന്നതാണ്. അത്തരത്തിലൊരു സന്ദർഭത്തിൽ നമ്മുടെ ആയുസ്സും ആരോഗ്യവും എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അതോടൊപ്പം അസുഖങ്ങൾ വരാം, ഇൻഷുറൻസ് വരാം. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഒരു സാമ്പത്തിക ബാധ്യതയിൽ നിൽക്കുന്ന സാഹചര്യത്തിലായിരിക്കും നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്ത് അല്ലെങ്കിൽ ലോൺ മറ്റു കാര്യങ്ങളൊക്കെ ലൂടെ പൈസ കണ്ടെത്തുകയും അങ്ങനെ അതിലൊരു ബാധ്യത കടക്കാരനാകുന്ന ഒരു പെനാൽറ്റി പാരൻ്റ് ആവേണ്ട ഗതികേടിലേക്ക് പോകുന്നതിനൊന്ന് ലഘൂകരിക്കാൻ, മിനിമൈസ് ചെയ്യാൻ ചെറുതോ വലുതോ നമ്മൾക്ക് സാധിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കിയിരിപ്പ് ഉണ്ടാക്കിയാൽ കുറിയ പോസ്റ്റ് ഓഫീസ് മറ്റു ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉള്ളതും ഉണ്ടായാലും ഇല്ലെങ്കിലും ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ചൈൽഡ് എഡ്യൂക്കേഷൻ പ്ലാൻ? അതായത് കുട്ടികളായി ഡേ കെയറായി, പിന്നെ LKG, UKG, പ്രൈമറി, അപ്പർ പ്രൈമറി, UP, ഹൈസ്കൂൾ, +2, ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, പ്രൊഫഷൻ, അങ്ങനെ പല രീതിയിൽ പോകുന്നതാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ ഡേ കെയർ തുടങ്ങി നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ സ്കൂളിൻ്റെ സ്റ്റാൻഡേർഡ്, അതായത് നിലവാരം അനുസരിച്ച് പൈസ നമ്മൾ ഡൊണേറ്റ് ചെയ്യേണ്ട. പിന്നെ പുസ്തകങ്ങൾ, ട്യൂഷൻ ഫീ, ട്രാവലിംഗ് എക്സ്പെൻസ്, യൂണിഫോം, അങ്ങനെ നിരവധി തരത്തിൽ നമ്മൾ പൈസ ചിലവാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു പ്രൈവറ്റ് മേഖലയിൽ അല്ലെങ്കിൽ ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോബ് സെക്യൂർ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് എംപ്ലോയി അല്ല, ഗവൺമെൻറ് എംപ്ലോയിയുടെ കാര്യം തന്നെ ഇപ്പോൾ കഷ്ടത്തിലാണ് എങ്കിൽ പോലും അത്തരത്തിലൊരു സ്ഥിരമായ സ്ഥായിയായ ജോബ് സെക്യൂർ അല്ലാത്ത വ്യക്തിയാണെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കുട്ടികളെ നമ്മളിത് കണക്കാക്കിയാലും ഇല്ലെങ്കിലും പൈസ കണ്ടെത്തേണ്ടതായിട്ട് വരും, പഠിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് കണ്ടെത്തിയാൽ നമ്മളുടെ വരുമാനത്തിൽ നമ്മൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു തുക ഈ ഒരു പ്ലാനിലേക്ക് നമ്മൾ വെച്ചാൽ തീർച്ചയായിട്ടും ഓരോരോ കാലഘട്ടത്തിൽ നമ്മൾക്ക് വേണ്ടതായിട്ടുള്ള പൈസ നമ്മൾ ഏതാണോ കരുതി വെക്കുന്നതിൻ്റെ ബെനിഫിറ്റ്, അഡീഷണൽ ബെനിഫിറ്റ്, ബോണസ് എന്ന രീതിയിൽ പല പ്ലാൻ അനുസരിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു മണി ബാക്ക് പ്ലാനാണ് എടുക്കുന്നതെങ്കിൽ കുട്ടി 5 വർഷമാകുമ്പോൾ, അതായത് ഡേ കെയറിൽ പോകുന്ന കുട്ടി 5ാം ക്ലാസ്സിലാകുമ്പോൾ കുറച്ച് പൈസ കിട്ടുന്നു, കുട്ടി 10ലേക്ക് എത്തുമ്പോൾ കുറച്ച് പൈസ കിട്ടുന്നു, അതിനുശേഷം +2, പ്രൊഫഷൻ, അങ്ങനെ മറ്റേത് രീതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ കൊടുത്തതിൻ്റെ അനുസരിച്ച് പൈസ കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും അതാത് കാലഘട്ടത്തിൽ ആ കുട്ടിയുടെ പാരൻസിന് വളരെയധികം സഹായകരമാവുന്ന പദ്ധതികൾ പലതുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു അവയർനെസ് തരുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ഒരു കുറിയാണെങ്കിൽ സംബന്ധിച്ച് നമ്മൾക്ക് 5 വർഷം കഴിയുമ്പോൾ നമ്മൾക്ക് അടച്ച തുക അല്ലെങ്കിൽ മെച്യൂരിറ്റി തുക അതല്ലെങ്കിൽ വിളിച്ചെടുക്കണമെങ്കിൽ അത്തരത്തിൽ പൈസ കിട്ടുന്നു. പിന്നെ അത് പെനാൽറ്റിയാണ്. പിന്നെ നമ്മളത് അടച്ചുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. വിളിക്കുറവ്, അങ്ങനെയുള്ള കുറച്ച് കുറവും ആനുകൂല്യങ്ങളും കിട്ടിയെന്ന് വരും. ഒരു പോസ്റ്റ് ഓഫീസിനാണെങ്കിൽ നിശ്ചിത ടൈം കഴിയുമ്പോൾ നമ്മൾ പൈസ മെച്യൂരിറ്റി തുക കൈപ്പറ്റേണ്ടതായിട്ട് വരും. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. പക്ഷേ ഇതിനെ സംബന്ധിച്ച്
എത്ര നാളത്തേക്ക് വേണം എന്നുള്ളത് നമുക്ക് ഇപ്പോൾ തീരുമാനിക്കാം. എത്ര നാൾ കഴിഞ്ഞ് കിട്ടും എന്നുള്ളതും ആ തുകയുടെ ഒരു ക്ലാരിറ്റി, കൃത്യത, ഒരു രൂപരേഖ ഇതിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലൊരു കാലഘട്ടത്തിൽ നമ്മളെ കൊണ്ട് വലിയൊരു തുക ലോൺ എടുക്കുകയും വലിയൊരു കടബാധ്യത വരികയും അതിലേക്ക് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയുടെ കുറവ് തുക നമ്മൾക്ക് ബാധ്യതയിലേക്ക് പോകുന്നുള്ളൂ. അത് എത്ര തുക വേണമെങ്കിലും ആകാം. നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ അടക്കുന്ന അനുസരിച്ചുള്ള നല്ലൊരു കാലാകാലം കിട്ടുന്നത്, കുറച്ച് കാലം കിട്ടുന്നത്, ഒരു 10-25 കൊല്ലം തുടർച്ചയായിട്ട് കിട്ടുന്നത്, ഇതിന് എല്ലാം ശേഷം നമുക്ക് മെച്യൂരിറ്റി തുകയും കിട്ടുന്ന പല പല പ്ലാനുകളുണ്ട്. അത്തരത്തിൽ പ്ലാനുകൾ എടുത്താൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മളൊരു ബാധ്യതയിലേക്ക് പോകാതെ കുട്ടികളിൽ പൈസ ഇങ്ങോട്ട് വാങ്ങിച്ച് ഒരു സ്റ്റൈഫൻഡ് പോലെ വാങ്ങിച്ച് നമുക്ക് പഠിത്തം കംപ്ലീറ്റ് ചെയ്ത് ജോബിലേക്ക് എത്താം, പ്രൊഫഷനാകാം, നല്ല രീതിയിലൊരു ജോലിയിലേക്ക് എത്തിപ്പെടാം. ഇനി മാരേജ്, സ്ത്രീകളാണെങ്കിൽ കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പൈസ കണ്ടെത്തിയിരുന്നു, അതിലേക്കും പ്രയോജനകരമായ വിവിധ പ്ലാനുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.